Good morning, all. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ 9th ചാപ്റ്റർ ആണ്. നമുക്ക് അത്യാവശ്യം കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, വാട്ട് ഇറ്റ് മീൻസ്, എന്തായിരിക്കും നല്ലൊരു ഭക്ഷണ ശീലങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ലൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുന്നത്? എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ അവരുടെ ബോൺസും മസിൽസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ഓർഗൻസ് വളരെയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ പല സമയത്തും കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? അവർക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മീൽ ടൈം നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ അവരെ അനുവദിക്കരുത്. പിന്നെ ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമ്മൾ ദിവസത്തിൽ ഒരു സമയമെങ്കിലും കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുക. പലപ്പോഴും അത് കഴിയാതെ വരുന്നത് പേരൻസും വർക്കിംഗ് ആയതുകൊണ്ടാണ്. എനിവേ നമ്മൾ ഒരു ടൈമെങ്കിലും അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർ പുതിയ ഏതെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരെ എൻകറേജ് ചെയ്യാനും അതുപോലെ തന്നെ അത് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു നമ്മൾ കഴിക്കുന്നതിലൂടെ അവരെ എൻകറേജ് ചെയ്ത് കഴിപ്പിക്കാനും നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അവർക്കൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികളെ സംബന്ധിച്ച് ക്രഞ്ചി ആയിട്ടുള്ളതും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളതും പാക്ഡ് വിത്ത് ഫൈബർ ആൻഡ് പ്രോട്ടീൻ ആയിട്ടുള്ള വെജി സ്റ്റിക്സ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആപ്പിളൊക്കെ സ്ലൈസ് ആയിട്ട് മുറിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്മൂത്തീസ് കൊടുക്കാം, യോഗട്ട്, ബ്ലെൻഡ് ഫ്രൂട്ട്സ്, ഇങ്ങനെ ഇതുപോലെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക. ചിലപ്പോൾ ഒരു ഫുൾ ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുട്ടിക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് സ്ലൈസ് ആയിട്ട് നമ്മൾ മുറിച്ച് വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ കാപ്സും പ്രോട്ടീൻസും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഹോൾ ഗ്രെയിൻ ക്രാക്കേഴ്സും ചീസും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ മോണ്ടിസോറിയിൽ പറയുകയാണെങ്കിൽ ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കിച്ചണിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാര് കുട്ടികളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചോദിക്കുക അവരെ കൊണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ എടുക്കേണ്ടതെന്നും അതല്ലെങ്കിൽ അതെങ്ങനെ ക്ലീൻ ആക്കുന്നു ഇതൊക്കെ കുട്ടികൾ കണ്ട് നമ്മൾ ചെയ്യുന്നതിലായിട്ട് കണ്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴുകാനായിട്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കുട്ടികളെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ റെസിപ്പി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ആ കുട്ടികൾ ഒരുമിച്ച് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ കുക്കിങ്ങിനോടുള്ള ഒരു താല്പര്യവും എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് അമ്മ അത് ഉണ്ടാക്കുന്നത് എന്നും എത്ര വൃത്തിയുള്ള പാത്രങ്ങളാണ് ഇത് യൂസ് ചെയ്യുന്നതും അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എത്ര വൃത്തിയോടെയാണ് കഴിയുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്ന ലൈഫ് സ്കിൽസ് കൂടിയാണ് കുട്ടികൾക്കുള്ളത്. ഇനി നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ആ ഒരു നമ്മളുടെ ആക്ഷനിലൂടെ അവരുടെ സക്സസ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികളെ കഴിപ്പിക്കാൻ എന്തെല്ലാം ആക്ഷൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മളവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് കുട്ടികളുടെ കയ്യെത്തുന്ന അകലത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മളൊരു റെഗുലർ ടൈം നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും. മേക്ക് മീൽ ടൈംസ് എൻജോയബിൾ ആൻഡ് സ്ട്രെസ് ഫ്രീ. എപ്പോഴും അവർ കഴിക്കുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ കൊണ്ട് എടുത്ത് കഴിപ്പിക്കാനും ഒക്കെ നമുക്ക് അവരോടൊപ്പം നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അവരോട് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് സ്വയം കഴിക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അവരവരുടെ സമയം എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒത്തിരി സമയം അവർക്ക് കൊടുക്കും. പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് എഴുന്നേക്കും. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചിലപ്പോൾ മിക്കപ്പോഴും സ്കൂളിൽ പോകുന്ന ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു സൗകര്യം നമ്മൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊരു മോഡലായിട്ട് നമ്മൾ
നിൽക്കുക എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും മോഡൽ ഹെൽത്തി ചോയ്സസ്? നമ്മൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചും അവരും ആ ഒരു ചോയ്സിലോട്ട് അവർ ഇഷ്ടപ്പെടും. ഇപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവർ കാണുന്നതും ആണ് അവർ അനുകരിക്കുന്നത് അല്ലെ. കുട്ടികളെ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നതിലൂടെ പുതിയ ഫുഡ് ഐറ്റംസ് നമ്മള് പരീക്ഷിക്കുന്നതിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡ് ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവ് ആയിട്ട് ഫുഡിനെ പറ്റി നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് പറയുക. ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡുകൾ ഉണ്ടെങ്കിൽ അത് കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയും അത് നമുക്ക് ഉണ്ടാക്കുന്ന നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അതുപോലെ ക്രിയേറ്റ് കാം മീൽ ടൈംസ്. എപ്പോഴും നമ്മൾ പ്രഷർഫുൾ ആയിട്ടുള്ള ഒരു മീൽ ടൈം അല്ലാതെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു മീൽ ടൈം നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഫോഴ്സ്ഫുള്ളി നമ്മൾ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളർഫുൾ ആയിട്ടും, അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ കളർഫുൾ ആയിട്ട്, ചില കുട്ടികൾക്ക് ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴം അതിൻ്റെ ഒപ്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് കണ്ണും മൂക്കും പോലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞു കുട്ടികൾ അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കാണും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളിൽ ഇഷ്ടപ്പെടുന്ന കളറിൽ ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഭക്ഷണശീലം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. That's all for today. Thank you.